ഉമ്മൻചാണ്ടിയായാൽ ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് എൻ്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും അന്നും എൻ്റെ മനസ്സ് വിദ്യാർത്ഥി രംഗത്താണ്, KSUവിൻ്റെ രംഗത്താണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ നായർ MN ഗോവിന്ദൻ നായരെ വിളിച്ചു. ഞങ്ങൾക്ക് പുതുപ്പള്ളി സ്ഥാനാർത്ഥിയില്ല, അകലക്കുന്നത്ത് സ്ഥാനാർത്ഥിയുണ്ട്, ഒരു ചേഞ്ചിന് തയ്യാറാണ്. അകലക്കുന്നം വിട്ടുകൊടുത്തിട്ട് പുതുപ്പള്ളി എടുത്തു. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥി ആകുന്നത്. അപ്പം അന്ന് ഈ കോൺഗ്രസിൽ ഭരണ കോൺഗ്രസും സിൻഡിക്കേറ്റ് വേർതിരിഞ്ഞ സമയമാണ്. അപ്പം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് എല്ലാം മറുഭാഗത്താണ്. അപ്പോൾ ജാനി വന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ ജയിക്കുന്ന പട്ടികപ്പെടുത്തിയിട്ടില്ല, പക്ഷേ 2ാം സ്ഥാനത്ത് വന്നാൽ കോൺഗ്രസ് ജയിച്ചതായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞാൽ സംഘടനാ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾ ജയിച്ചതായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞാണ് എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെല്ലാം കൂടെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി. അവരുടെ പ്രവർത്തനം അതൊരു അടുക്കും ചിട്ടയോട് കൂടിയോ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ മുഖ്യ ഘടകം. പക്ഷെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് നടത്തിയത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അന്ന് എൻ്റെ ചിഹ്നം തെങ്ങില്ല. പല സ്ഥലത്തും തെങ്ങ് പറിച്ചുകൊണ്ടാണ് വെക്കുന്നത് കാര്യങ്ങൾ. ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അറ്റാച്ച്മെന്റ് ജനങ്ങളോടും ഈ നിയോജക മണ്ഡലത്തോടും. അതാണ് എൻ്റെ ഒരു അനുഭവം. എനിക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവഴിച്ച രൂപ 22,500 രൂപയാണ്. എനിക്ക് സംഭാവന കിട്ടിയത് 1,750 രൂപയാണ്. അന്ന് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിച്ചത് ശ്രീ കുര്യൻ ജോയിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ്. കുര്യൻ ജോയി യൂത്ത് കോൺഗ്രസ്, രാധാകൃഷ്ണൻ KSU. ഞാൻ പ്രചരണ രംഗത്ത് എൻ്റെ ഫോട്ടോ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതിന് മാറ്റം വന്നതിന്റെ എന്റെ മേൽ സമ്മർദ്ദം വരാൻ തുടങ്ങിയത് ഇദ്ദേഹം കാരണം. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ മേൽ സമ്മർദ്ദം വന്നു. പാർട്ടിക്കകത്ത് നല്ല അംഗീകാരം, പാർട്ടിക്ക് പുറത്ത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ഒരു ആദ്യത്തെ ആ ഒരു കാലഘട്ടം വളരെ തൃപ്തികരമായി സംതൃപ്തിയോടുകൂടി, സന്തോഷം എന്നല്ല ഞാൻ പറയുന്നത്, സംതൃപ്തിയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെൻറ് സമർപ്പിക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ വന്നു. അപ്പോൾ അതും നിരമറിച്ച് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം അവഗണ്യാണ്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നിരാശരാകും, നമ്മൾ പുറകോട്ട് പോകും. ഞാൻ വരുന്ന സമയത്ത് ആദ്യത്തെ മുഖ്യമന്ത്രി അച്യുത മേനോനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡാണ്. പക്ഷേ അതിനുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സഹായങ്ങൾ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ എപ്പോഴും അതർമാൻസ് പോയിന്റ് ഓഫ് വ്യൂടെ ഞാൻ കണക്കിലെടുക്കും. എന്നോട് ഇപ്പോൾ ഒരാൾ വന്ന് വളരെ ക്ഷോഭിച്ച് ഒന്ന് ഇതായി വന്നാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇവൻ ഇത് ക്ഷോഭിക്കാൻ ഞാൻ വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പം അവനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് മാപ്പ് ചോദിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ പുള്ളിയെ തിരുത്താനായിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരുത്താമെന്നുള്ള രീതിയിൽ നിൽക്കും. ഒരു ഇതാണ്. അപ്പം ഞാനെപ്പോഴും ഒരു അറ്റാക്ക് മറ്റൊരു രീതി അങ്ങോട്ട് വിമർശിക്കുമ്പോൾ അവരുടെ ഫീലിങ്, അവരുടെ കുടുംബത്തിൻ്റെ ഫീലിങ്, അതൊക്കെ അങ്ങോട്ട് കണക്കിലെടുക്കുമ്പം ഞാൻ അത് സോഫ്റ്റായിട്ട് അത് നിയമസഭയിൽ ആ ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുക. അത് ഏറ്റവും പ്രയോജനം എനിക്ക് ചെയ്തിട്ടുണ്ട്. രൂക്ഷമായിട്ട് വിമർശിക്കുകയും എതിരായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്നോട് വ്യക്തിപരമായിട്ട് വന്നേച്ച് വേറൊന്നുമില്ല, ഞാനൊന്നും പറയുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി,
എന്ന് പറഞ്ഞു വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താ? പട്ടാളമല്ല, തോക്കുകളല്ല. ജനാധിപത്യത്തിൻ്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ചോർച്ച വന്നാൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് ഇളകുന്നത്. ഒരു സ്കൂളിലെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്, അവരുടെ ചോദ്യങ്ങൾ ഇത് വരികയാണ്. അപ്പോൾ ഒരാളുടെ ചോദ്യം, ഒരു മന്ത്രിക്ക് വേണ്ട യോഗ്യത എന്താണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഭരണരംഗത്തേക്ക് വരുന്ന ഒരാൾ എക്സ്പേർട്ട് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആണെങ്കിൽ അതൊരു പ്രത്യേക ഫീൽഡിൽ എക്സ്പെർട്ടൈസാണ്, മറ്റു ഫീൽഡിൽ അതില്ല. പക്ഷെ അതിന് കോമൺ സെൻസാണ്. പിന്നെ ഇൻറ്റഗ്രിറ്റി ഏറ്റവും പ്രധാനം. മിതത്വം പാലിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പൊതുവായ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതിൽ ഞാൻ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം നമ്മളെ എത്ര ആക്രമിച്ചാലും എത്രയധികം വിമർശിച്ചാലും എന്തെല്ലാം ചെയ്താലും നമ്മളൊരു തെറ്റ് ചെയ്തില്ലേ നമുക്കൊരു ദോഷവും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്ക് അത് കടന്നുപോയി എന്നൊരാൾ വന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ടെൻഷനാണ്, അത് പിന്നെ ഒരു വലിയ വിഷമാണ്.